നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷനുകൾ നടത്തി. കാരമുക്കിൽ സ്വിച്ച് ഓഫായി കിടന്നിരുന്ന ടെലിവിഷൻ കത്തിനശിച്ചു. അന്തിക്കാട് ഇടവകയിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. കാരമുക്കിലെ വീട്ടിൽ സ്വിച്ച് ഓഫായി കിടന്നിരുന്ന TV കത്തിനശിച്ചു. കാരമുക്ക് 18-ാം വാർഡിൽ രാജീവ് ജി റോഡിലെ കാളാണി വേണുവിന്റെ വീട്ടിലെ ടിവിയാണ് പൂർണ്ണമായി കത്തിനശിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. വീടിനുള്ളിലുണ്ടായിരുന്ന വീട്ടമ്മ ഉഷ TV കത്തുന്നത് കണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഫയർഫോഴ്സും അന്തിക്കാട് പോലീസും എത്തുമ്പോഴേക്കും നാട്ടുകാർ തീയണച്ചു. KSEB അധികൃതർ എത്തി വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. വീടിനകം പൂർണ്ണമായി കരിപിടിച്ച നിലയിലാണ്. ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും TV കത്തിനശിക്കാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. അന്തിക്കാട് ഇടവകയിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. രാവിലെ നടന്ന ആഘോഷമായ തിരുകർമ്മങ്ങൾക്ക് ശേഷം വികാരി ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. ജൂൺ 13-ാം തീയതി വെള്ളിയാഴ്ചയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ആഘോഷമായ തിരുകർമ്മങ്ങൾക്ക് ശേഷം ദർശന സഭയുടെ നേതൃത്വത്തിൽ തിരുനാൾ ഊട്ടുനേർച്ചയും നടക്കും. ചടങ്ങുകൾക്ക് മദർ സുപ്പീരിയർ സിസ്റ്റർ ധന്യ, കൈക്കാരന്മാരായ ജോസഫ് താണിക്കൽ, റാഫേൽ കുരുതുകുളങ്ങര, ജോണി ചിരയൻ കണ്ടത്ത്, ദർശന സഭാ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്തിക്കാട് തട്ടാടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠയായ യോഗീശ്വര പ്രീതിക്കായി നടത്തിവരുന്ന യോഗീശ്വര പൗർണമി പൂജ സമുചിതമായി ആചരിച്ചു. തട്ടകത്തിലെ കുടുംബങ്ങളുടെ സമ്പൂർണ്ണ ഐശ്വര്യത്തിനും കാര്യസാധ്യത്തിനും ശത്രുസംഹാരത്തിനുമായി എല്ലാ മലയാള മാസവും വെളുത്ത പൗർണമി നാളിൽ വൈകിട്ട് 5:30 മുതൽ 6:30 വരെ യോഗീശ്വര പൗർണമി പൂജ നടക്കുമെന്നും ആയുസ് വർധനവിനും രോഗശാന്തിക്കുമായി യോഗീശ്വര അർച്ചനയും ദരിദ്രമോചനത്തിനായി കടല ചുണ്ടൽ എന്നിവ പ്രസാദ സമർപ്പണവുമായി നൽകി വരുന്നു എന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രബോസ് മേനാത്ത് പറമ്പിൽ, സെക്രട്ടറി ശശി പാലോളി, വൈസ് പ്രസിഡന്റ് പ്രീതി വാലത്ത്, സുരേഷ് കാരാമാക്കൽ, രക്ഷാധികാരികളായ വിജയരത്നം മടത്തിപ്പറമ്പിൽ, അനിൽ മാക്കോത്ത്, രാംകുമാർ കാട്ടാനിൽ, സതീശൻ മാക്കോത്ത്, മണികണ്ഠൻ കരുവത്ത്, ഭുവനൻ തണ്ടാശ്ശേരി, ഗോപി ചേനാട്ട്, ഉണ്ണികൃഷ്ണൻ വാലത്ത്, മണികണ്ഠൻ വാലത്ത്, മാതൃസംഗമം പ്രസിഡന്റ് വസന്ത ഭുവനൻ, മറ്റ് മാതൃസംഘം ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുറ്റിച്ചോർ യൂണിറ്റ് 30-ാം വാർഷികാഘോഷം മുറ്റിച്ചോർ മൻഹൽ പാലസിൽ നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സംഘടന ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വലിയ പദ്ധതികളൊക്കെ കൊണ്ടുവന്നത്. ഇന്നൊരു വ്യാപാരി മരിച്ചാൽ നമുക്ക് 10-15 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട്. എന്തിനു വേണ്ടി അങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ സാധാരണ കച്ചവടക്കാരൻ ചിന്തിക്കുന്നതാണ്, ഞാൻ ചിന്തിക്കുന്നതാണ്, എന്റെ കാലശേഷം എന്റെ കുടുംബം കഷ്ടപ്പെടരുതെന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അതിനെന്താ പ്രവർത്തി? ഒരു ദിവസം ഒരു 10, 100, 200 എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കണം. ഈ മാറ്റി വെക്കുക എന്ന് പറയുന്നത് നമുക്ക് കഴിയില്ല. പ്രസിഡന്റ് അഷ്റഫ് അമ്പയിൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ദിനി അനൂപ ആമുഖ പ്രഭാഷണത്തിലൂടെ മരണപ്പെട്ടവർക്കുള്ള അനുശോചനം രേഖപ്പെടുത്തി.
യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കെ ബി മണി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചടങ്ങിൽ ഡെപ്യൂട്ടി കളക്ടറായി സ്ഥാനക്കയറ്റം ലഭിച്ച രാജേഷ് ചുള്ളിയലിന് ജില്ലാ പ്രസിഡന്റ് ആഹാരാർപ്പണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് അമ്പയിൽ യൂണിറ്റിന്റെ സമ്മാനം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിസ്വാർത്ഥ സേവനത്തിന് ക്ഷേമ കർമ്മ ശ്രേഷ്ഠ ഉപഹാരം നാട്ടിക മണ്ഡലം ചെയർമാൻ കെ ഭാഗ്യനാഥന് കളക്ടർ രാജേഷ് ചുള്ളിയൽ ഉപഹാരം നൽകി ആദരിച്ചു. വ്യാപാരികൾ നേരിടുന്ന വിഷയങ്ങളിൽ സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഭാഗ്യനാഥൻ വിശദീകരിച്ചു. നാട്ടിക മണ്ഡലം കൺവീനർ ചന്ദ്രബോസ് സംഘടനാ പ്രവർത്തനം വിലയിരുത്തി. അന്തിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ലാസർ പുത്തൻ പീടിക, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബിജു അണ്ടേഴത്ത്, മുൻ സെക്രട്ടറിയും ജില്ലാ കൗൺസിൽ മെമ്പറുമായ അനിൽകുമാർ, യൂണിറ്റ് ട്രഷറർ അശോകൻ തണ്ടാശ്ശേരി, സെക്രട്ടറി ഷിജോയ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമ്പൂർണ്ണ കയ്പമംഗലം നിയോജക മണ്ഡലം കൺവെൻഷൻ 3 പീടിക വ്യാപാര ഭവനിൽ നടന്നു. സംഘടന നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് വ്യാപാരി നേതാക്കളിൽ അവബോധം വളർത്താനാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തനത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കാലങ്ങളായി നമ്മൾ അനുഭവിക്കുന്നതിൽ നിന്നും വിഭിന്നമായി നമുക്ക് പെട്ടെന്ന് മറികടക്കാൻ പറ്റാത്ത വലിയ ഒരു വിഷയം വ്യാപാര മേഖലയെ ഗ്രസിച്ചിരിക്കുന്നു എന്നതാണ്. കാലങ്ങളായി നമ്മൾ 81-ൽ നമ്മൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉണ്ടായത് തന്നെ ഒരു തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്നാണ്. അല്ലെങ്കിൽ നിയോജകമണ്ഡലം ചെയർമാൻ പി പവിത്രൻ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജകമണ്ഡലം ജനറൽ കൺവീനർ MR സച്ചിദാനന്ദൻ, ട്രഷറർ MB മുബാറക്, യൂണിറ്റ് പ്രസിഡന്റുമാരായ VR ഉല്ലാസ്, KK ബാബുരാജൻ, UU രവീന്ദ്രൻ, MKM ഇക്ബാൽ, VK ജോസി തുടങ്ങിയവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നാട്ടിക നിയോജക മണ്ഡലം സമ്പൂർണ്ണ കൺവെൻഷൻ പഴുവിൽ JP's സംഗമം ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജക മണ്ഡലം കൺവെൻഷനാണ് ഞാനും നിങ്ങളും പങ്കെടുക്കുന്നത്. കഴിഞ്ഞ 1-ാം തീയതി നമ്മൾ നടത്തിയ ലീഡേഴ്സ് മീറ്റിൻ്റെ അനുബന്ധമായി ഓരോ നിയോജക മണ്ഡലത്തിലും മുഴുവൻ നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും സംഘടനയുടെ ഭാവി പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും സംഘടന മുന്നോട്ട് വെക്കുന്ന പുതിയ പദ്ധതികളെക്കുറിച്ച് സംശയ ദൂരീകരണം നടത്തുകയും അതോടൊപ്പം അത് വ്യാപാരികളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രതിജ്ഞ എടുക്കുകയുമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിനനുസരിച്ച് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഒട്ടേറെ വിജയിച്ചിട്ടുമുണ്ട്. ഒരു കാലഘട്ടത്തിൽ സംഘടന ശ്രദ്ധിച്ചിരുന്നത് വ്യാപാരത്തിൻ്റെ നിലനിൽപ്പായിരുന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് വ്യാപാരത്തിൻ്റെ നിലനിൽപ്പിനോടൊപ്പം തന്നെ വ്യാപാരിയുടെയും അവൻ്റെ കുടുംബത്തിൻ്റെയും നിലനിൽപ്പ് കൂടിയാണ്. ഏവർക്കും വീട്, വി കെയർ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ഭദ്രം പ്ലസ് കുടുംബ സുരക്ഷാ പദ്ധതികൾ നാട്ടിക നിയോജക മണ്ഡലത്തിൽ മുഴുവൻ മെമ്പർമാർക്കിടയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. നിയോജക മണ്ഡലം ചെയർമാൻ കെ ഭാഗ്യനാഥൻ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ, ചന്ദ്രബോസ്, ഷാജഹാൻ NK, ഷാജു KS, സുരേഷ് ഇയാനി, താജുദ്ദീൻ കാവുങ്ങൽ, ഷീല പ്രേംരാജ് എന്നിവർ സംസാരിച്ചു. മണ്ഡലത്തിലെ 20 യൂണിറ്റിൽ നിന്നുള്ള അംഗങ്ങൾ കൺവെൻഷനിൽ പങ്കെടുത്തു. തളികുളം യൂത്ത് ഓഫ് പള്ളിക്കുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തന ഫണ്ട് ധനസമാഹരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് നടന്നു. യൂത്ത് ഓഫ് പള്ളിക്കുന്നിന്റെ ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടന്ന നറുക്കെടുപ്പ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷൈജ കിഷോർ, സലീം, ക്ലബ്ബ് ഭാരവാഹികളായ ഇബ്രാഹിം, നിസാർ, അക്ബർ, മനാഫ്, ഫാസിൽ, ഷമീം, അൻസിൽ,
ഖലീസ്, സൽമാൻ എന്നിവർ സംസാരിച്ചു. സമ്മാനം അരപ്പവന്റെ ഗോൾഡ് കോയിൻ ചൂലൂർ സ്വദേശി ഇസ്മായിലിനും, രണ്ടാം സമ്മാനമായ ഫ്രിഡ്ജ് ചേർപ്പ് സ്വദേശി അമൻ ബിൻ മജീദിനും, മൂന്നാം സമ്മാനമായ സൈക്കിൾ തളിക്കുളം സ്വദേശി സുരേഷും അർഹരായി. കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. ആശംസിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ഈ ക്ലബ്ബ് വെറും ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അല്ലാതെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കൂടി ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഒരു ക്ലബ്ബാണ്. എന്ത് തന്നെയായാലും ഇതിന്റെ പിന്നിൽ നല്ല മനസ്സുകളാണ്. ഇങ്ങനെ ഒരു കൂട്ടായ്മ എന്തിന്റെ പേരിലായാലും ഒന്നിച്ചു ചേരുക, കൂട്ടായ്മ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലെ നല്ല മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഇതുപോലെ നമ്മളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നമ്മളും പങ്കാളികളാകുമ്പോൾ ഒരു വിശന്ന് വലയുന്ന ഒരാൾക്ക് ഉരിയരി ചോറിന്റെ പശുമാറ്റുന്ന ഉരിയരി ചോറ് ആകുമ്പോൾ നമ്മൾക്ക് അതിൻ്റെതായ ഒരു സന്തോഷം മറ്റെവിടെ നിന്ന് കിട്ടാത്തതിൻ്റെയും ഒരു സന്തോഷം നമുക്ക് കിട്ടും. എന്തുതന്നെയാലും മതത്തിൻ്റെയും ജാതിയുടെയും ഒന്നും പേരിലല്ലാതെ ഇങ്ങനെയുള്ള കൂടിച്ചേരലുകൾ സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ്. അപ്പൊ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊരിക്കലും തളരരുത്, തകരരുത്. എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും മുന്നോട്ട് പോകാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. അന്ന് ജീവിതം തിരിച്ചു നൽകി, ഇന്ന് ജീവനോപാധിയും. VP നന്ദകുമാറിൽ നിന്ന് മുച്ചക്ര സ്കൂട്ടർ ഏറ്റുവാങ്ങി ഗോപകുമാർ. അവസാനിച്ചെന്ന് കരുതിയ ജീവിതം തിരിച്ചു നൽകിയ അതേ കൈകളിൽ നിന്ന് തന്നെ ജീവനോപാധിക്കുള്ള മൂലധനം ഏറ്റുവാങ്ങുമ്പോൾ ഗോപകുമാറിന്റെ കണ്ണുകളിൽ തീർത്താൽ തീരാത്ത കടപ്പാടും ആഹ്ലാദവും നിറഞ്ഞു തുളുമ്പി. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്ന എടത്തിരുത്തി പൈനൂർ ഗോപാലൻ ലീല ദമ്പതികളുടെ മകൻ ഗോപകുമാർ 2010 അപകടത്തിൽ ശരീരം തളർന്ന് 13 വർഷമായി കിടപ്പിലായിരുന്നു. 2023 ജൂണിൽ ഗോപന്റെ വീട്ടിലേക്ക് മണപ്പുറം ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി VP നന്ദകുമാർ എത്തിയത് അക്ഷരാർത്ഥത്തിൽ രക്ഷകനായാണ്. ശരീരം ശോഷിച്ച് കമിഴ്ന്ന് മാത്രം കിടക്കാൻ കഴിയുന്ന വിധത്തിൽ അവശനായിരുന്ന ഗോപന്റെ കൈപിടിക്കുമ്പോൾ ഇയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന ദൃഢനിശ്ചയമായിരുന്നു VP നന്ദകുമാറിന്റെ മനസ്സിൽ. അതിന്റെ സാക്ഷാത്കാരമായിരുന്നു മണപ്പുറം ഫൗണ്ടേഷന്റെ നവീകരിച്ച ആസ്ഥാനത്ത് വെച്ച് മുച്ചക്ര സ്കൂട്ടർ ഉൾപ്പെടെ സ്വയം തൊഴിലിനുള്ള സാമഗ്രികൾ ഗോപന് കൈമാറിയ ചടങ്ങ്. 2023 ജൂണിൽ തന്നെ മണപ്പുറം ഫൗണ്ടേഷൻ മുൻകൈയെടുത്ത് ഗോപനെ തിരുവനന്തപുരം SK ഹോസ്പിറ്റലിൽ എത്തിച്ച് ബംഗളൂരു നിംഹാൻസിന്റെ ന്യൂറോ വിഭാഗം മുൻ മേധാവിയായ ന്യൂറോളജിസ്റ്റ് SR ചന്ദ്രയുടെ മേൽനോട്ടത്തിൽ ന്യൂറോ ഓർത്തോ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ കീഴിൽ ചികിത്സ തുടങ്ങി. പ്രതീക്ഷ നശിച്ച മനസ്സിന് പുതുജീവനേകാൻ കൗൺസിലിംഗും ശരീരത്തിന്റെ ചലനശേഷി വീണ്ടെടുക്കാൻ ഫിസിയോതെറാപ്പിയുമാണ് ഗോപകുമാറിന് വേണ്ടിയിരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചെത്തിയ ഗോപകുമാറിന് മണപ്പുറം ഫൗണ്ടേഷന് കീഴിലുള്ള കോതകുളത്തെ മഹിമ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി സെന്ററിൽ കൗൺസിലിംഗും വലപ്പാട് മാക്കെയർ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ ഫിസിയോതെറാപ്പിയും തുടങ്ങി. മണപ്പുറം ഫൗണ്ടേഷന്റെ ആംബുലൻസിലാണ് ആദ്യഘട്ടത്തിൽ തെറാപ്പി സെന്ററിലേക്കും തിരിച്ചും കൊണ്ടുപോയിരുന്നത്. പിന്നീട് ഫൗണ്ടേഷന്റെ ചെലവിൽ ഓട്ടോറിക്ഷയിലായി യാത്ര. 2 ലക്ഷം രൂപയാണ് ഗോപകുമാറിന്റെ ചികിത്സയ്ക്കായി മണപ്പുറം ഫൗണ്ടേഷൻ ചെലവിട്ടത്. 6 മാസം കൊണ്ട് ഗോപകുമാറിനുണ്ടായത് അത്ഭുതകരമായ മാറ്റങ്ങളാണ്. മണപ്പുറം ഫൗണ്ടേഷന്റെ ഭിന്നശേഷി ദിന പരിപാടിയിൽ പങ്കെടുത്ത ഗോപകുമാർ VP നന്ദകുമാറിന് മുന്നിൽ വെച്ച് പരസഹായമില്ലാതെ നടന്നു. ആരോഗ്യം മെച്ചപ്പെട്ട ശേഷം സ്വയം തൊഴിലിനുള്ള സൗകര്യം ഒരുക്കാമെന്നത് അന്ന് ഗോപകുമാറിന് VP നന്ദകുമാർ നൽകിയ വാക്കാണ്. മണപ്പുറം ഫൗണ്ടേഷന്റെ നവീകരിച്ച ഓഫീസിൽ വെച്ച് 1 ലക്ഷം രൂപ വിലയുള്ള മുച്ചക്ര സ്കൂട്ടറും സ്വയം തൊഴിലിനുള്ള 10,000 രൂപയ്ക്കുള്ള ലോട്ടറി ടിക്കറ്റുകളും VP നന്ദകുമാറിൽ നിന്ന് ഗോപകുമാർ ഏറ്റുവാങ്ങി. ഗോപകുമാറിൽ നിന്ന് ആദ്യ ലോട്ടറി എടുത്ത് സംരംഭം ഉദ്ഘാടനം ചെയ്തത് മണപ്പുറം റിതി ജ്വല്ലറി MD സുഷമ നന്ദകുമാറാണ്. മണപ്പുറം ഫൗണ്ടേഷൻ സ്വതന്ത്ര ട്രസ്റ്റി CA V വേണുഗോപാൽ, സ്ഥിരം ട്രസ്റ്റി ജ്യോതി പ്രസന്നൻ തുടങ്ങിയവർ സന്നിഹിതരായി. അവിവാഹിതനായ ഗോപകുമാറിനൊപ്പം അമ്മ ലീലയും ഉണ്ടായിരുന്നു. എന്നോട് ആദ്യം നമ്മളിങ്ങനെ ഒരാൾ കൂടി ഉണ്ട് തൊട്ടടുത്ത് നമ്മുടെ ഓഫീസിൻ്റെ അവിടെ 1 കിലോമീറ്ററുള്ള ആളും മുന്നോട്ട് വന്ന് പറഞ്ഞപ്പോൾ പോയി കണ്ടപ്പോൾ വല്ലാത്ത കഷ്ടം തോന്നി. കാരണം എപ്പോഴും കമന്ന എടുക്കുള്ളൂ, ഞങ്ങളോട് സംസാരിക്കുമ്പോഴും കമന്ന എടുക്കുള്ളൂ. ഒരു ബോഡി അങ്ങനെ കഴിക്കുന്നത് ഒരു അവസരം ഉണ്ട്. അപ്പോൾ ആ ഗോപകുമാറിൽ നിന്ന് ഇന്ന് കാണുന്ന ഗോപകുമാറിലേക്കുള്ള മാറ്റം അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത് ഗോപകുമാറിൻ്റെ മനസ്സിൻ്റെ ധൈര്യവും ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയിട്ടാണ് ഗോപകുമാറിനെ സാധിച്ചത്. ഇടവേള. 8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം 2025. കേരള വിഷൻ വരിക്കാരുടെ മക്കളിൽ നിന്ന് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണം ജൂൺ 15-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ തൃപ്രയാർ കിഴക്കേ നടയിലുള്ള കോർണിഷ് കൺവെൻഷൻ സെന്ററിൽ നടത്തും.
വിദ്യാർത്ഥികൾക്ക് പുരസ്കാരവും ക്യാഷ് അവാർഡും നൽകി ആദരിക്കുന്ന ചടങ്ങ് കേരള റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും. COA സംസ്ഥാന സെക്രട്ടറി സുരേഷ് PB അധ്യക്ഷനാകും. സൗജന്യ ബ്രോഡ്ബാൻഡ് പദ്ധതിയുടെ ഉദ്ഘാടനം നാട്ടിക MLA CC മുകുന്ദൻ നിർവഹിക്കും. വിജ്ഞാന കേരളം സ്ട്രാറ്റജിക് അഡ്വൈസർ ഡോക്ടർ പി സൈറിൻ മുഖ്യപ്രഭാഷണം നടത്തും. മനോരമ ന്യൂസ് ചീഫ് പ്രൊഡ്യൂസർ ഷാനി പ്രഭാകർ മുഖ്യാതിഥിയായിരിക്കും. സിനിമാ ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സ്വന്തം വൃക്ക ദാനം ചെയ്ത് മാതൃകയായ ഷൈജു സായി റാമിനെ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ ആദരിക്കുന്നു. ജനപ്രതിനിധികളും കേബിൾ TV വ്യവസായത്തിലെ പ്രമുഖരും പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. Manappuram Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു.
തൃപ്രയാർ ലെമർ പബ്ലിക് സ്കൂളിൽ കിൻഡർഗാർട്ടൻ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടത്തി. നാട്ടിക ജുമാ മസ്ജിദ് ഖത്തീബ് കബീർ ഫൈസി ചെറുകോട്, എറണാകുളത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം മേൽശാന്തി ധനേഷ്, എടമട്ടം ക്രൈസ്റ്റ് കിങ് ചർച്ച് വികാരി ഫാദർ ജിബിൻ നായത്തോടൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി പ്രവേശനോത്സവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കാര്യങ്ങളൊന്നും വിശദമായി പറയുന്നത് അത് പാരൻസുമായി ബന്ധപ്പെട്ടുള്ള മാത്രമുള്ള സന്ദർഭങ്ങളിൽ വിശദീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. കിൻഡർഗാർട്ടൻ എന്ന് പറയുന്ന കിൻഡർഗാർട്ടൻ എന്നാണ് ഈ കുട്ടികൾ ഈ ചെറുപ്പത്തിലെ ഇങ്ങനെ പണ്ടൊന്നും ഇങ്ങനെ ചെറുപ്പത്തിൽ കുട്ടികളെ കൊണ്ട് സ്കൂളിൽ ചേർക്കാറില്ല. അതും ഒരു കുട്ടിയെ കുറിച്ച് മനസ്സിലാക്കാൻ കിൻഡർഗാർട്ടൻ മനസ്സിലാക്കുന്നത് ഒരു കുട്ടികളുടേക്ക് ഒരു പിതാവ് ഒരു പൊതിയുമായി വന്നാൽ ആ കുട്ടി അതിങ്ങനെ നോക്കിയിട്ട് അത് വാസനിച്ച് നോക്കും. ആ കുട്ടിക്ക് അത് എന്താണ് എന്നറിയാനുള്ള ജിജ്ഞാസയാണ്. മനസ്സിലായില്ല എങ്കിൽ അതൊന്ന് കുലുക്കിയിട്ട് നോക്കും എന്നതിനകത്തുള്ളതെന്നുള്ളത്. അതും പറ്റാതെ വന്നാൽ അവസാനം ആ കുഞ്ഞു പോയിട്ട് അച്ഛനോട് പിതാവിനോട് ചോദിക്കും എന്താണ് ഇതിനകത്തുള്ളത് എന്ന്. ഇതിലൂടെയാണ് ഈ കുട്ടികൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടെന്ന് മനസ്സിലാക്കിയാണ് നഴ്സറി സംവിധാനത്തിന് കിൻഡർഗാർട്ടൻ തുടക്കം കുറിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ സത്യമാണ്. അതുകൊണ്ട് ഈ മക്കൾക്ക് നമ്മൾ ഭാവി തലമുറയാണ്. പ്രിൻസിപ്പാൾ ഗെയ്നി മൈക്കിൾ, പെർസ്പെക്റ്റീവ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ഷൗക്കത്ത് അലി എം.എ., സെക്രട്ടറി കെ അബ്ദുൽ ലത്തീഫ്, ട്രഷറർ ഇ.എ. ഹാരിസ്, മാനേജർ മുഹമ്മദ് അലി IT, വൈസ് പ്രിൻസിപ്പാൾ സുവിത CS, കിൻഡർഗാർട്ടൻ വിഭാഗം മേധാവി നസീമ എന്നിവർ സംസാരിച്ചു. പ്ലേ ക്ലാസ്, KG വിഭാഗം അധ്യാപകരെ ചടങ്ങിൽ പരിചയപ്പെടുത്തി. പുതിയതായി വിദ്യാലയത്തിലെത്തിയ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. ചടങ്ങുകൾക്ക് ശേഷം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വർണ്ണാഭമായ പരിപാടികൾ വേദിയിൽ അരങ്ങേറി. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ KG വിഭാഗത്തിൽ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടന്നു. SNENC ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാഥ ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷത്തോടുകൂടി നമ്മളിന്ന് കാത്തിരുന്ന നമ്മുടെ കൊച്ചുമക്കളെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വിദ്യാലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുവന്ന ഒരു ദിവസം. ഞാനിന്ന് രാവിലെ തൊട്ട് ആലോചിക്കുകയാണ്, ഇന്നെന്താ മഴ പെയ്യാതെ. കാരണം നമ്മുടെ ഈ കൊച്ചുമക്കളൊക്കെ സ്കൂളിലോട്ട് വരുന്ന ദിവസം ശക്തമായൊരു മഴ പെയ്യണം എന്നാണ് നിയമം. കാരണം എന്ന് വെച്ചാൽ മഴ പെയ്തിട്ടില്ലെങ്കിൽ സർവേശ്വരന് പ്രകൃതിക്ക് പോലും ഇന്നത്തെ ദിവസം ഇഷ്ടമായില്ല, അല്ലെങ്കിൽ ആ കൊച്ചുമക്കളെ പനിനീര് തെളിച്ച് അനുഗ്രഹിച്ചില്ല എന്നാണ് ഞങ്ങളൊക്കെ പറയാറ്. പക്ഷേ ഇന്നത്തെ ദിവസം ഈ സ്കൂളിലെത്തിയ കൊച്ചുമക്കളെ മുഴുവനും നനയ്ക്കുകയല്ല ചെയ്തത്, നിങ്ങളെ സർവേശ്വരൻ അനുഗ്രഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞത് അത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് നമ്മൾ കാണണം. കാരണം ഒരുപാട് കാലത്തേക്ക് വിദ്യാഭ്യാസ ലോകത്തേക്ക് ഇന്ന് 4 വയസ്സ് അതുപോലെ 3.5 വയസ്സിലൊക്കെ നിങ്ങൾ കയറി വരുന്ന സമയത്ത് നമ്മുടെ ഈ കൊച്ചുമക്കൾ ഇനി ഒരുപാട് ഏകദേശം 10-25 വയസ്സ് വരെ നന്നായി പഠിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു 25 വയസ്സ് വരെ ഏകദേശം ഒരു 10-21 കൊല്ലം ഈ വിദ്യാഭ്യാസവുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആളാണ്. KG 1 ആദ്യമായി അഡ്മിഷൻ എടുത്ത അവിക്ത കൃഷ്ണ KG, മാൻവി PM എന്നീ വിദ്യാർത്ഥികളാണ് ഭദ്രദീപം കൈമാറിയത്. SNENC ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി MS പ്രദീപ്, വൈസ് പ്രസിഡന്റ് വിജയരാഘവൻ TS, ജോയിന്റ് സെക്രട്ടറിമാരായ PT സുരേഷ് ബാബു, രാജ്കുമാർ കരുവത്തിൽ, പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, KG വിഭാഗം ഹെഡ് മിസ്ട്രസ് ലെനിയ അനിൽകുമാർ, അഡ്മിനിസ്ട്രേറ്റർ PV സുദീപ് കുമാർ, KG വിഭാഗം അധ്യാപിക നിഷ VS എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നൃത്തനൃത്യങ്ങളും അരങ്ങേറി.
മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 2024-25 കാലഘട്ടത്തിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തുകൾക്കും ഏറ്റവും മുതിർന്ന തൊഴിലാളികൾക്കുമുള്ള പുരസ്കാര വിതരണം നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അജിതൻ, സീനത്ത് ബഷീർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ശാർങ്ങധരൻ, നവമി പ്രസാദ്, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ K മധുരാജ്, ജോയിന്റ് BDO IB എന്നിവർ സംസാരിച്ചു. ഇന്ന് പോയിട്ടുള്ളത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്നതിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും പ്രവർത്തന മികവിന്റെ കൂടിയാണ് കേരളത്തിലെ മികച്ച സംസ്ഥാനമായിട്ട് നിൽക്കുന്നത്. സാമൂഹ്യവും സാംസ്കാരികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ രീതിയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചതിന്റെ ഭാഗം കൂടിയായിട്ടാണ്. മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ വർഗീയ രേഖകളും ലിംഗവും ഭാഷയും ജാതിയും മതവും വേഷവും എടുത്തുള്ള രേഖകൾ ഒരുക്കുമ്പോൾ കേരളം പോലുള്ള കൊച്ചു സംസ്ഥാനത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇന്ത്യക്ക് മാതൃകയാവുന്ന രീതിയിലേക്ക്, ലോക രാജ്യങ്ങൾക്ക് മാതൃകയാവുന്ന രീതിയിലേക്ക് നമ്മൾക്ക് ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും നടപ്പിലാക്കാനും സൗകര്യമൊരുക്കുന്ന കേരളത്തിന് വലപ്പാട് ഭാരത് വിദ്യാമന്ദിറിൽ സീനിയർ സെക്കൻഡറി സ്കൂളിൽ LKG വിദ്യാർത്ഥികൾക്ക് പ്രവേശനോത്സവം നടത്തി. മാനേജർ അജിത് പ്രസാദ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ബിന്ദു സോമൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ സരിത N, സീനിയർ സെക്ഷൻ ഹെഡ് നിഷ AP, PTA പ്രസിഡന്റ് സന്ധ്യ ഷാജി, KG സെക്ഷൻ ഹെഡ് പ്രിയ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. LKG വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തുകൊണ്ട് UKG വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ബുധനാഴ്ച രാവിലെ പെയ്ത കനത്ത മഴയിൽ അന്തിക്കട കല്ലിടവഴി സ്വദേശി പള്ളത്ത് വാസുവിന്റെ വീട്ടുപറമ്പിലെ വശമിടിയുകയും സമീപത്തെ തോടിന് കുറുകെയുള്ള കോൺക്രീറ്റ് നടപ്പാലത്തിന് വിള്ളലേൽക്കുകയും ചെയ്തു. മഴ വീണ്ടും കനത്ത പെയ്താൽ വീടിന് കേട് സംഭവിക്കുമെന്ന ഭീതിയിലാണ് വീട്ടുകാർ. ഇന്ന് പെയ്ത മഴയ്ക്ക് ഞങ്ങളുടെ വീടിനോടൊപ്പമുള്ള പാലം ഇടിഞ്ഞ് വീണു, അത് പൊട്ടി. ഞങ്ങൾ നേരത്തെ കണ്ടത് അങ്ങനെ നടക്കാൻ പറ്റാത്ത ഗതികേടായി. വീടിനോടൊപ്പമുള്ള പാലാണ്, അത് പോയി തള്ളി പോകുന്നുണ്ട്. ഇനി കാണാം വിദ്യാലയങ്ങളിലൂടെ. 8ാമത് TMC ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാര നിറവിൽ വിദ്യാലയങ്ങൾ. SNGS HS കാരമുക്കം ജില്ലയിലെ ഏറ്റവും പഴക്കമേറിയ വിദ്യാലയങ്ങളിലൊന്നാണ്. 1920 മെയ് മാസം 15 കാരമുക്കിലെ പുതുതായി പണിത ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തി. വെളിച്ചമുണ്ടാകട്ടെ എന്നും ചുറ്റും സരസ്വതി ക്ഷേത്രങ്ങൾ ഉയരട്ടെ എന്നും അരുളി ചെയ്തപ്പോൾ വെളിച്ചത്തിന്റെ പ്രതിഫലനത്തിലൂടെ മനുഷ്യ മനസ്സിലെ ഇരുട്ടിനെ സ്വയം തുടച്ചു വൃത്തിയാക്കുക എന്നതും വിജ്ഞാനത്തിലൂടെ സമത്വം നേടാനുള്ള ദർശനമായി കണക്കാക്കേണ്ടിയിരുന്നു. തുടർന്ന് ശ്രീനാരായണ ഗുപ്ത സമാജം രൂപീകരിച്ച് ഒരു കുടിപ്പള്ളിക്കൂടവും ക്രമേണ LP സ്കൂൾ, UP ഹൈസ്കൂൾ, ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളായും വളർന്ന ജില്ലയിലെ തന്നെ പ്രശസ്തിയുള്ള സ്കൂളായി SSLC പരീക്ഷയിൽ തുടർച്ചയായി 100% വിജയത്തിലെത്തി നിൽക്കുന്നു. ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. 2 വാർഡുകളിലായി റോഡിന് ഇരുവശങ്ങളിലായാണ് കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പ്രൈമറി വിഭാഗം പുതിയതായി നിർമ്മിച്ച ശതാബ്ദി മന്ദിരത്തിൽ പ്രവർത്തിക്കുന്നു. പ്രൈമറി വിഭാഗവും ഹയർ സെക്കൻഡറി വിഭാഗവും റോഡിന്റെ ഒരു വശത്തും, അപ്പർ പ്രൈമറി ഹൈസ്കൂൾ വിഭാഗം റോഡിന്റെ മറുഭാഗത്ത് ശ്രീ ചിദംബര ക്ഷേത്രത്തിന് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്നു. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ വളരെ സൗകര്യപ്രദമായ ഹൈടെക് ക്ലാസ് മുറികളുണ്ട്. IT ലാബും സ്മാർട്ട് ക്ലാസുകളും ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വായനാശീലം വളർത്തുന്നതിനായി മികച്ച ലൈബ്രറിയും സ്കൂളിനുണ്ട്. വിദ്യാർത്ഥികൾക്ക് കായിക രംഗത്തെ വളർച്ചയ്ക്കായി ആധുനിക രീതിയിലുള്ള ഇൻഡോർ സ്റ്റേഡിയം മാനേജ്മെന്റ് നിർമ്മിച്ചു നൽകി. കൂടാതെ ഒരു മിനി ഓഡിറ്റോറിയവും സ്കൂളിനടുത്ത് വിദ്യാർത്ഥികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വിശാലമായ ഗ്രൗണ്ടുമുണ്ട്. ഞാൻ ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. നമ്മുടെ 108 കുട്ടികളാണ് ഈ വർഷം പരീക്ഷ എഴുതിയത്.
അതിൽ നല്ല മികച്ച വിജയം നമുക്ക് കൈവരിക്കാൻ സാധിച്ചു. നമ്മുടെ സ്കൂളിൽ നമ്മളെ നല്ല പോലെ സപ്പോർട്ട് ചെയ്തത് PTA, മാനേജ്മെൻറ്റ് എല്ലാവരുടെയും സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല എല്ലാം ഫെസിലിറ്റീസോട് കൂടിയിട്ടുള്ള ഒരു സ്കൂള് ആയതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ലൊരു സപ്പോർട്ടും അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ നല്ലൊരു കോച്ചിങ്ങും ഒക്കെ കൂടി ആയപ്പോഴാണ് നമുക്ക് ഈ ഒരു മികച്ച വിജയം ഈ പഞ്ചായത്തിൽ നമുക്ക് നേടാൻ സാധിച്ചത്. താങ്ക് യു. ഞാൻ SNGSHS കാരമുക്ക് സ്കൂളിലത്തെ HM ആണ്. ഞങ്ങളുടെ ഈ സ്കൂളിന് 2024-25 അക്കാഡമിക് ഇയർ SSLC ബാച്ച് 23 ഫുൾ A+ നേടിയിട്ടുണ്ട്. ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക്, ഭൂരിഭാഗം കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് ഇല്ലാണ്ടാണ് അവർക്ക് ഫുൾ A+ കിട്ടിയത്. അതിൽ വളരെ സന്തോഷമുണ്ട്. അതേപോലെ ഈ ഒരു വിജയത്തിൻ്റെ പിന്നിൽ ഇവിടുത്തെ ടീച്ചേഴ്സാണ്. ടീച്ചേഴ്സും അതേപോലെ തന്നെ PTA, മാനേജ്മെൻറ്റ് എല്ലാവരുമാണ്. നമ്മളുടെ ടീച്ചേഴ്സ് സ്പെഷ്യൽ ക്ലാസ്സും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും പിന്നെ വേണ്ട മോട്ടിവേഷനും ഒക്കെ നൽകി കുട്ടികളെ ഈ ഒരു A+ലേക്കുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ അവരോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ശ്രീനാരായണ ഗുപ്ത സമാജത്തിലെ മാനേജറാണ്. എൻ്റെ പേര് പ്രദീപ്. എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്, ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ പുരസ്കാരം ഏർപ്പെടുത്തിയ ഗ്രാമ ചാനലിനോട് ഞാൻ ഒരുപാട് നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രോത്സാഹനങ്ങളാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിജയത്തിലേക്കുള്ളൊരു വഴിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ സ്കൂളിൽ 23 ഫുൾ A+ ഉണ്ട്. അതിന് താഴെയായി നിൽക്കുന്ന 9 A+കാരുണ്ട്. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിലും നല്ല ഉയർന്ന വിജയശതമാനം തന്നെയാണ് നേടിയിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാതിൻ്റെയും ക്രെഡിറ്റ് അവരെ ഇതിന് പ്രാപ്തരാക്കിയ അധ്യാപകർക്കും അവരുടെ രക്ഷിതാക്കൾക്കുമാണ്. ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് ഈ കുട്ടികളെയൊക്കെ നല്ല നിലവാരമുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത്. അവർക്കെല്ലാവർക്കും ഞാൻ ഞങ്ങളുടെ മാനേജ്മെൻറ്റിൻ്റെ വക എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും പറയുകയാണ്. ഇത് വീണ്ടും ഇവർ ഉയർത്തിക്കൊണ്ടുവരണം. ഇവിടെ മാത്രമല്ല, SNGSൽ പഠിച്ചതുകൊണ്ട് മാത്രമല്ല, മറ്റുള്ള മേഖലകളിൽ പോയാലും ഈ SNGS സ്കൂളിൻ്റെയും അതുപോലെ അവരുടെ രക്ഷിതാക്കളുടെയും പ്രയത്നവും ഉയർച്ചയും അവർക്കുണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ പേര് തീർത്ത. ഞാൻ പഠിച്ചത് SNGSHS കാരമുക്ക് ഹൈസ്കൂളിലാണ്. ഇവിടുത്തെ ടീച്ചേഴ്സും അതുപോലെ തന്നെ സ്റ്റാഫ്സും എല്ലാം നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് ഫുൾ A+ മേടിക്കാനായിട്ട് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ഐറിൻ. ഞാൻ SNGSHS കാരമുക്ക് സ്കൂളിലെ 10ാം ക്ലാസ്സിലെ ഫുൾ A+ കൂടി പാസ്സായ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ആ ഒരു വിജയം നേടാനായിട്ട് ഈ സ്കൂളിലെ ടീച്ചേഴ്സും പിന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാരൻസും സ്റ്റാഫ്, PTA, മാനേജ്മെന്റ് എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെച്ചിട്ട് നന്നായി ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഞങ്ങളെ നന്നായി പഠിപ്പിച്ചപ്പോൾ ഈ ഒരു വിജയത്തിന്റെ പിന്നിൽ ഞാൻ പിള്ളേരുടെ എൻ്റെ കൂട്ടുകാരുടെ ഓരോരുത്തരുടെയും ഹാർഡ് വർക്കും പ്ലസ് എന്താ പറയാ ടീച്ചർമാരുടെ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വിജയം കിട്ടിയതിൽ. പിന്നെ ഈ ഒരു ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങൾക്ക് തരുന്ന ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് അഭിനവ് CM. ഞാൻ SNGS കാരമുക്ക് സ്കൂളിലാണ് പഠിക്കുന്നത്. എനിക്ക് SSLC ഫുൾ A+ ഉണ്ടായി. അതിൽ വലിയ പങ്ക് ടീച്ചർമാർക്കും ഉണ്ട്. അവർ ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സും മറ്റ് ഈവനിങ് ക്ലാസ്, മോർണിംഗ് ക്ലാസ് തുടങ്ങിയ എല്ലാ ക്ലാസ്സും എടുത്ത് ഞങ്ങളെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്തു. എല്ലാ ടീച്ചർമാർക്കും വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളെ പഠിപ്പിച്ചതെന്ന്. ഞങ്ങൾക്ക് +2 ഇതുപോലെ ഫുൾ A+ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഈ ന്യൂസ് ചാനൽ ഏർപ്പെടാക്കിയ ഗ്രാമീയ ചാനൽ വളരെയധികം നന്ദിയുണ്ട്. എൻ്റെ പേര് പൂജിത്തിയാർ. ഞാൻ SNGSHS കാരമുക്കിലാണ് പഠിക്കുന്നത്. എനിക്ക് ഫുൾ A+ ലഭിച്ചു. അതിന് കാരണമായത് SNGSലെ ടീച്ചേഴ്സും അവിടുത്തെ എല്ലാവരുമാണ്. ഫുൾ A+ കിട്ടിയപ്പോൾ ഗ്രാമീയ ചാനൽ ഞങ്ങൾക്ക് അവാർഡിന് ഏർപ്പെടുത്തി. അതിന് ഗ്രാമീയ ചാനൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് അഞ്ജനി ത്രിലേഷ്. ഞാൻ SNGSH ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 കൊമേഴ്സ് വിദ്യാർത്ഥിനിയാണ്. എനിക്ക് +2ൽ എല്ലാ സബ്ജക്റ്റിലും ഫുൾ A+ ലഭിച്ചു. അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ടീച്ചേഴ്സിനും പാരൻസിനും എൻ്റെ വലിയ താങ്ക് യു. 1924 ജൂൺ മാസം 1-ാം തീയതി കണ്ടാശങ്കടവ് സേക്രഡ് ഹാർട്ട് ഓഫ് മേരീസ് മഠത്തിനോടനുബന്ധിച്ച കെട്ടിടത്തിൽ ആരംഭിച്ച 5ാം സ്റ്റാൻഡേർഡാണ് ഇന്ന്
തൃശൂർ പട്ടണത്തിലെ തന്നെ എണ്ണപ്പെട്ട ഒരു വിദ്യാലയമായി മാറിയിരിക്കുന്നത്. 1910 കണ്ടശങ്കടു പള്ളിമുറ്റത്ത് ആരംഭിച്ച ബാലികാ പാഠശാല അതിന്റെ നടത്തിപ്പിൽ അനുഭവപ്പെട്ട അസൗകര്യങ്ങളെ തുടർന്ന് സർക്കാരിന് വിട്ടുകൊടുത്തിരുന്നെങ്കിലും 1925 മെയ് 25 പലരുടെയും അശ്രാന്ത പരിശ്രമ ഫലമായി അത് സർക്കാരിൽ നിന്ന് തിരിച്ചെടുത്ത് കർമ്മലിത്ത സിസ്റ്റേഴ്സിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. 1947 ഹൈസ്കൂളായി ഉയർത്തപ്പെട്ടു. 1950 തന്നെ വിദ്യാർത്ഥിനികളെ SSLC പരീക്ഷയിൽ പങ്കെടുപ്പിക്കുകയും പ്രശസ്തമായ വിജയം കൈവരിക്കുകയും ചെയ്തു. തുടർന്നുള്ള വർഷങ്ങളിലും ഈ പ്രശസ്തി നിലനിർത്തി. പല വർഷങ്ങളിലും 100% വിജയം കരസ്ഥമാക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു. കലാസാഹിത്യ രംഗങ്ങളിലും സ്പോർട്സ് വിഭാഗത്തിലും പ്രശസ്തമായ വിജയം കരസ്ഥമാക്കുന്നതിൽ ഈ വിദ്യാലയം മുൻപന്തിയിൽ തന്നെയാണ്. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുന്ന ഒരു ഗേൾസ് ഗൈഡ് വിഭാഗവും ഇവിടെയുണ്ട്. 1985-86 സ്റ്റുഡന്റ് ഗൈഡ് പ്രവർത്തനങ്ങളിൽ മെറിറ്റോറിയസ് സർവീസിനുള്ള മോഡൽ ഓഫ് മെറിറ്റ് അന്നത്തെ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന സി അലക്സാൻഡ്രിക്ക് ലഭിച്ചു. എല്ലാ വർഷവും പ്രസിഡന്റ് ഗൈഡ് എന്ന ബഹുമതി പല വിദ്യാർത്ഥിനികൾക്കും ലഭിച്ചു പോരുന്നു. എൻ്റെ പേര് സിസ്റ്റർ ജിത പോൾ CMC. ഞാൻ HS ഓഫ് മേരീസ് കണ്ടശങ്കടവിലെ HM ആണ്. കഴിഞ്ഞ അധ്യയന വർഷത്തിലെ SSLC പരീക്ഷയിലെ മികച്ച വിജയമാണ് നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിലെ 63 ഫുൾ A+ഉം 12 9 A+ നേടാനായിട്ട് നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് സാധിച്ചു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും PTA-യെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരം ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾക്ക് നൽകുന്നതിൽ സന്തോഷമുണ്ട്. ഇനിയും ഇത്തരം ആദരവുകൾ നൽകി ഈ ഒരു മേഖല വളരെ മനോഹരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ വിദ്യാലയത്തിലെ മികച്ച വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഏറ്റവും സ്നേഹത്തോടെ വിദ്യാലയത്തിൻ്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. തീർച്ചയായും ഈ അധ്യയന വർഷത്തിൽ ഞങ്ങളുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു വിജയം തന്നെയാണ് ഞങ്ങൾക്ക് കരസ്ഥമാക്കാനായത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും ഉയർന്ന A+കളും ഉയർന്ന വിജയ ശതമാനവും നേടാനായിട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട്. 1924 കണ്ടശങ്കടവിൻ്റെ ഗ്രാമീണ ഭൂമികയിൽ പെൺകുഞ്ഞുങ്ങൾക്ക് അറിവും അക്ഷരാഭ്യാസവും കൊടുക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഈ വിദ്യാലയം അതിൻ്റെ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ കാലങ്ങളിലൊക്കെയും പ്രവർത്തിച്ചിട്ടുള്ളത്. തീർച്ചയായും വലിയ വിജയം പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിലും വലിയ വിജയം നേടാനായിട്ട് മൂല്യാധിഷ്ഠിതമായൊരു ജീവിതം നയിക്കാനായിട്ട് ഞങ്ങളുടെ കുട്ടികളെ പ്രാപ്തരാക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഈ ആഗ്രഹത്തിലേക്ക് ഞങ്ങളുടെ കുട്ടികൾ നടന്നെടുത്തു എന്നത് ഞങ്ങൾക്ക് തികച്ചും അഭിമാനാർഹമാണ്. അതോടൊപ്പം ഞങ്ങളുടെ കുട്ടികളെ ഗ്രാമ്യ വിദ്യാഭ്യാസ പുരസ്കാരത്തിന് ക്യാഷ് അവാർഡും മെമ്മൻ്റെയും നൽകുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്തതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് എന്നുകൂടി അറിയിക്കാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വളരെ ഉന്നതമായ വിജയമാണ് കണ്ടശങ്കടവ് SH ഓഫ് മേരീസിലെ കുട്ടികൾ ഇപ്രാവശ്യം കരസ്ഥമാക്കിയിരിക്കുന്നത്. അവരുടെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് അവർക്കത് നേടിയെടുക്കാനായിട്ട് സാധിച്ചത്. പഠന നിലവാരത്തിൽ മാത്രമല്ല കലാകായിക മേഖലകളിലും തുടർച്ചയായി 10 വർഷം കിരീടം മേടിച്ചുകൊണ്ട് അവരവരുടെ മികവ് എല്ലാ മേഖലയിലും തെളിയിച്ചിരിക്കുകയാണ്. അതിനായി അവരെ ഒരുക്കിയെടുത്ത ടീച്ചേഴ്സിനും ഹെഡ് മിസ്ട്രസിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും PTA-യുടെ പേരിലും മദർ PTA-യുടെ പേരിലും ഈ അവസരത്തിലെ വളരെയധികം സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ഈ പ്രദേശത്തിലെ തന്നെ മികച്ച വിദ്യാലയമായ SH ഓഫ് മേരീസിലെ ഒരു PTA അംഗമാവാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു. അതുമാത്രമല്ല ഈ സ്കൂളിൻ്റെ കീർത്തി എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗ്രാമ്യ ചാനലിനും ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു. എൻ്റെ പേര് ആൻസ്മിരിയ. ഞാൻ SH ഓഫ് മേരീസ് CGHS-ൽ ഫുൾ A+ഓട് കൂടി വിജയിച്ച ഒരു കുട്ടിയാണ്. ഞങ്ങൾ എക്സാം എഴുതിയ 167 പേരിലും 63 പേർക്ക് ഫുൾ A+ഉം 12 പേർക്ക് 9 A+ഉം 8 പേർക്ക് 8 A+ഉം എല്ലാമായി ഞങ്ങൾ ഉന്നത വിജയം തന്നെ നേടി. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു അഭിമാനം തന്നെയുണ്ട്. അതിന് ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, അതുപോലെ തന്നെ സിസ്റ്റർ ഐറിൻ ആൻ്റണി, ഞങ്ങളുടെ HM, പിന്നെ MPTA PTA അംഗങ്ങൾ എല്ലാവരും ഞങ്ങൾ ഒരുപാട് സഹായിച്ചിരുന്നു. ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയറൻസ് എല്ലാം വളരെ കറക്റ്റായി ടീച്ചേഴ്സ് എല്ലാം തന്നിരുന്നു. സ്പെഷ്യൽ ക്ലാസ്സുകളോ ശനിയാഴ്ചകളോ എല്ലാം ഞങ്ങൾക്ക് എത്രയൊക്കെ ആവശ്യമുണ്ടെങ്കിലും എല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാം പറഞ്ഞു തരാൻ ടീച്ചേഴ്സ് ഒരുപാട് സഹായിച്ചു. അതുപോലെ തന്നെ ഞങ്ങളുടെ ജൂനിയേഴ്സും ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മമാർ, സിസ്റ്റേഴ്സ് എല്ലാവരും കുറേ പ്രാർത്ഥനകളിലും ദൈവത്തിനും എല്ലാവർക്കും നന്ദി പറയാണ്. ഇത്രയും നല്ലൊരു വിജയം നേടിത്തന്ന ടീച്ചേഴ്സിനും ദൈവത്തിനും
സിസ്റ്റർ ഐറിൻ ആന്റണിക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി ഞങ്ങൾ നന്ദി പറയുന്നു ഈ അവസരത്തിൽ. എൻ്റെ പേര് ശിഖ രാകേഷ്. ഞാൻ SHF മേരീസിലെ ഇപ്പോൾ അധ്യയന വർഷം, അതായത് SSLC കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ സ്കൂളിൻ്റെ 100% വിജയത്തിലാണ്. ഞങ്ങൾ 63 പേരാണ് ഫുൾ A+ ആയിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. ഈ വിദ്യാലയത്തിൻ്റെ പൂമുറ്റത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾക്ക് എത്ര സന്തോഷമാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു അധ്യയന വർഷം ഞങ്ങൾക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട ഒരു അധ്യയന വർഷം തന്നെയാണ്. ഞങ്ങൾ ഓരോരുത്തരും, ഞങ്ങൾ ഈ 63 പേരിൽ ഒരാൾ പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ ഫുൾ A+. അത്രയ്ക്ക് അപ്രതീക്ഷിതമായിരുന്നു ഞങ്ങൾക്ക് ഈ ഓരോ ഫുൾ A+. പിന്നെ അത് മാത്രമല്ലാണ്ട് ഞങ്ങളുടെ ടീച്ചേഴ്സ്, ഞങ്ങളുടെ HM, അതുപോലെ തന്നെ ഞങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരും, ഞങ്ങളുടെ പേരൻസ് അടക്കം ഓരോരുത്തർക്കും ഞങ്ങൾ ആദ്യം തന്നെ നന്ദി പറയാണ്. പിന്നെ ഞങ്ങളുടെ ഇത്ര കട്ട സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ ടീച്ചേഴ്സിനാണ് ഞങ്ങൾ ആദ്യം തന്നെ നന്ദി പറയുന്നത്. പിന്നെ ഞങ്ങളുടെ HM ഇപ്പോൾ ഫസ്റ്റത്തെ HM പോയി, ഇപ്പോൾ പുതിയ HM ആണ് ജിത സിസ്റ്ററിനും ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ പുതിയ സ്കൂളിന് പുതിയതായിട്ട് HM ആയിട്ട് വന്നതുകൊണ്ട്. പിന്നെ ഞങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഈ 63 പേർക്കും ഞങ്ങൾ നന്ദി പറയാണ്. ഞങ്ങൾക്ക് ഈ ഒരു 100% വിജയം തന്ന ഈ 63 പേർക്കും ഞങ്ങൾ നന്ദി പറയാണ്. ഈ 63 പേര് മാത്രമല്ല, ഞങ്ങൾ 167 പേരാണ് ഈ സ്കൂളിൽ നിന്ന് എക്സാം എഴുതി കഴിഞ്ഞത്. ഈ 167 പേർക്കും ഞാൻ നന്ദി പറയാണ്. അതോടൊപ്പം ഈ ഗ്രാമിയയുടെ ഒരു അവാർഡും കൂടി ഞങ്ങൾക്ക് നൽകുന്ന ഗ്രാമിയയ്ക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. തൃശൂർ ജില്ലയിലെ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിലെ തൃശൂർ വെസ്റ്റ് ഉപജില്ലയിലെ മണലൂർ എന്ന ഗ്രാമത്തിലെ ഒരു സർക്കാർ വിദ്യാലയമാണിത്. മണലൂർ പഞ്ചായത്തിലെ 100 വർഷത്തിലേറെ പഴക്കമുള്ള സ്കൂൾ. 1914 തോപ്പിൽ ഉക്രു സ്കൂൾ ആരംഭിച്ചു. തോപ്പിൽ സ്കൂൾ എന്നാണ് അറിയപ്പെട്ടത്. 1925 2 ഏക്കർ സ്ഥലവും 2 നില കെട്ടിടവും ഗവൺമെന്റിന് കൈമാറി. 1946 ഹൈസ്കൂളായി എന്നാണ് രേഖകളിൽ കാണുന്നത്. 1964 LP സ്കൂളിന് സ്വതന്ത്ര ഭരണമായി. കൃഷിമന്ത്രിയായിരുന്ന കൃഷ്ണൻ കണിയാമ്പറമ്പിലിന്റെയും MLA CN ജയദേവന്റെയും പരിശ്രമ ഫലമായി 2000 വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിഭാഗം പ്രവർത്തനം ആരംഭിച്ചു. 2 സയൻസ് ബാച്ചും 1 കൊമേഴ്സ് ബാച്ചുമാണ് ആരംഭിച്ചത്. ഇപ്പോൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിനായി 12 ക്ലാസ് മുറികളുണ്ട്. ഇതിൽ ഒരെണ്ണം ഓഫീസ് കെട്ടിടമായി പ്രവർത്തിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിനായി 9 ക്ലാസ് മുറികളുണ്ട്. ഏകദേശം 50,000-ഓളം പുസ്തകങ്ങൾ ഉള്ള ഒരു ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ് 2, സ്മാർട്ട് റൂം 1, സയൻസ് ലാബ് 3, 100 പേരോളം ഉൾക്കൊള്ളാവുന്ന ഓഡിറ്റോറിയം, ഹൈസ്കൂൾ ഓഫീസിനായി 3 മുറികളും ഓഫീസിനടുത്തായി വിദ്വാൻ K പ്രകാശം സ്മരണാർത്ഥം ഒരു ചരിത്ര മ്യൂസിയം, കുടിവെള്ളത്തിനായി ഒരിക്കലും വറ്റാത്ത കിണർ, വെള്ളം ശുചീകരിക്കുന്നതിനായി ഫിൽട്ടർ സംവിധാനം, കൂടാതെ ഒരു പൊതു ടാപ്പും ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റും ആൺകുട്ടികൾക്കായി 10 ടോയ്ലറ്റുകളും ഇവിടെയുണ്ട്. 24 മണിക്കൂറും ഇന്റർനെറ്റ് സൗകര്യവും മഴവെള്ള സംഭരണി, ബയോഗ്യാസ് പ്ലാന്റ്, മാലിന്യ നിർമ്മാർജ്ജന മാർഗങ്ങൾ എന്നിവ സ്കൂളിൽ ഉണ്ട്. മണലൂർ സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഞാൻ. വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇവിടെ ഭൂരിഭാഗവും. അവരുടെ പരിശ്രമം കൊണ്ടും അധ്യാപകരുടെ പൂർണ്ണ പിന്തുണ കൊണ്ടുമാണ് അവർക്ക് മികച്ച വിജയം കൈവരിക്കാൻ പറ്റുന്നത്. അവരുടെ പരമാവധി അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു PTA, അതേപോലെ തന്നെ അധ്യാപകരുണ്ട്. നമ്മളെല്ലാവരും ചേർന്ന് നേടിയെടുക്കുന്ന ഒരു കൊച്ചു വിജയമാണിത്. അതിലേറെ സന്തോഷമുണ്ട്. തുടർച്ചയായി 13ാമത്തെ വർഷമാണ് മണലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ 100% വിജയം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അധ്യാപകരുടെയും PTA-യുടെയും കുട്ടികളുടെയും തുടർച്ചയായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വിജയം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. വരും വർഷങ്ങളിലും നല്ല വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് കുട്ടികൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗ്രാമീണ വിദ്യാഭ്യാസ പുരസ്കാരത്തിന്റെ ഭാഗമായി ഈ വരുന്ന അടുത്ത ദിവസം തന്നെ ക്യാഷ് അവാർഡും അതുപോലെ തന്നെ മൊമെന്റയും നൽകപ്പെടുന്നുണ്ട്. നമ്മളെ പ്രദേശത്തെ ഫുൾ A+ കിട്ടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാമ്യ ചാനൽ ഇന്ന് മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് വളരെ വിദ്യാഭ്യാസപരമായി തന്നെ വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു വിദ്യാലയമാണ്. ഇവിടെ LKG മുതൽ +2 വരെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 13 വർഷമായി തുടർച്ചയായി മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 100% വിജയം SSLC പരീക്ഷയിൽ കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ വർഷം
എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉന്നത വിജയം ലഭ്യമാകുന്നതിനും അതോടൊപ്പം തന്നെ 5 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+, മുഴുവൻ വിഷയത്തിലും ഫുൾ A+ കിട്ടുന്ന ഒരു സാഹചര്യവും ഒരു സന്തോഷവും ഈ വർഷം നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ഇവിടുത്തെ അധ്യാപകരുടെയും അതുപോലെ തന്നെ PTA-യുടെയും മറ്റ് പൊതുസമൂഹത്തിൻ്റെ എല്ലാം നല്ല സഹകരണത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ അവാർഡ് തന്നെ നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതോടൊപ്പം +2 വിദ്യാർത്ഥികൾക്ക് സയൻസിൽ 2 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ഉം കൊമേഴ്സിൽ 2 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ഉം ഈ വർഷം നമുക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. +2-ലും ഉന്നത വിജയം കൈവരിക്കാൻ വേണ്ടി ഈ വർഷം കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒട്ടനവധി വർഷക്കാലമായി +2-ൽ നല്ല വിജയം നമുക്ക് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന ഗ്രാമ്യ ചാനലിനും അതോടൊപ്പം അതിൻ്റെ പ്രവർത്തകർക്കും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ ഗ്രാമ്യ ചാനലിന് പ്രത്യേക നന്ദി ഈ അവസരത്തിൽ PTA പ്രസിഡന്റ്, മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് എന്നുള്ള രൂപത്തിൽ നന്ദി നൽകുകയാണ്. അതോടൊപ്പം തന്നെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ മണലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെയും PTA-യുടെയും കുട്ടികളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം മൂലമാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. എല്ലാ കുട്ടികളെയും ഈ അവസരത്തിൽ അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾ GHSS മണലൂരിലെ SSLC വിദ്യാർത്ഥികളാണ്. ഈ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു വിജയം നേടാനായി സാധിച്ചത്. ഈ ഒരു അനുമോദന ചടങ്ങ് നടത്തുന്ന ഗ്രാമ്യ ചാനലിന് നന്ദി പറയും. എൻ്റെ പേര് ആനന്ദ. ഞാൻ ഗവൺമെൻറ് മണലൂർ സ്കൂളിലെ SSLC വിദ്യാർത്ഥിനിയാണ്. ഞങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെയും PTA-യുടെയും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഈ വിജയം കൈവരിക്കാൻ സാധിച്ചത്. സ്പെഷ്യൽ ക്ലാസ്സസും എല്ലാം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി അറിയിക്കുന്നു. പിന്നെ ഗ്രാമ്യ പുരസ്കാരം നൽകിയതിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ദേവാങ് ദിനചന്ദ്രൻ എന്നാണ്. ഞാൻ ഈ സ്കൂളിൽ +2 കോമേഴ്സിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. എന്താ പറയുക, ഈ സ്കൂളിൽ പഠിച്ച് +2-ൽ ഫുൾ A+ പോയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പാരൻസ്, എന്നെ +1-ലും +2-ലും പഠിപ്പിച്ച ടീച്ചേഴ്സ്, പിന്നെ എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ് എൻ്റെ ഇതിന് വേണ്ടി കരിയറിലൊക്കെ. അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഏറ്റവും നന്ദി താങ്ക്സ് ആണ് ഈശ്വരനോടാണ്. പിന്നെ ഇവിടുത്തെ ടീച്ചർമാരൊക്കെ പറയുന്നത് എല്ലാ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരും. എല്ലാം നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് എല്ലാവരും. ഇതൊക്കെ തന്നെയാണ് അവരുടെ എല്ലാവരും അനുഗ്രഹവും എന്താ പറയുക പ്രാർത്ഥനയൊക്കെ കൊണ്ടാണ് ഞാൻ ഇവിടെ ഇത്രയും എത്തിച്ചേരുന്നത്. എൻ്റെ പേര് പ്രാർത്ഥന എന്നാണ്. ഞാൻ ഈ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു. ഫുൾ A+ഓട് കൂടിയിട്ട് ഈ സ്കൂളിൽ നിന്ന് എനിക്ക് പാസ് ഔട്ട് ആവാൻ സാധിച്ചു. അതിലെനിക്ക് നന്ദി അറിയിക്കാനുള്ളത് ഈ സ്കൂളിലെ ടീച്ചേഴ്സിനോടും PTA-നോടും പിന്നെ എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫ്രണ്ട്സിനോടുമാണ്. ഏതെങ്കിലും ഒരു ക്ലാസ് മിസ്സായാലൊക്കെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് അത് വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞു തരാറുണ്ട്. എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ പാരൻസ് ആണെങ്കിലും PTA-യിൽ ഉണ്ടായിരുന്ന അംഗങ്ങളാണെങ്കിലും ഞങ്ങൾ വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കയ്പമംഗലം നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷനുകൾ നടത്തി. കാരമുക്കിൽ സ്വിച്ച് ഓഫായി കിടന്നിരുന്ന ടെലിവിഷൻ കത്തിനശിച്ചു. അന്തികാട് ഇടവകയിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടിയേറി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.